ഹായ്, ഞാൻ ഹാഷിം നീലാടൻ, ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ അക്കാഡമിക് ഹെഡാണ്. സോ എൻ്റെ ഇവിടുത്തെ മക്കളൊക്കെ വിളിക്കുന്നത് നീലാടൻ മാഷ് എന്നാണ്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന ഇടയ്ക്ക് നീലാടൻ മാഷ് തന്നെയാണ്. സോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ 4 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യാദൃശ്ചികമായാണ് ഞാൻ ഇവിടെ എത്തുന്നത്. പ്രക്ഷോഭ്, ഇവിടുത്തെ ഫൗണ്ടേഴ്സിൽ ഒരാളായ പ്രക്ഷോഭ് എന്നെ വിളിക്കുന്നതും പ്രക്ഷോഭ് എൻ്റെ അടുത്ത് പറയുകയാണ് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തു തരണം എന്ന് പറഞ്ഞാണ് ഞാൻ യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തുന്നത്. ആ സമയത്ത് അവര് ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടങ്ങിയ സമയത്ത് ആ ക്ലാസ് എനിക്ക് കാണിച്ചു തരികയും ആ ക്ലാസ് കാണിച്ചത് എന്താ അതിന്റെ അഭിപ്രായം എന്ന് ചോദിച്ച സമയത്താണ് ഞാൻ പറയുന്നത്. റീസെന്റ് ഞാൻ വരുന്ന സമയത്ത് ആകെ 2 ആഴ്ച എങ്ങനെയുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ആ സമയത്ത് എടുത്ത ക്ലാസ്സിൽ എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞ അവരടുത്ത് ഇത് സത്യം പറയണോ, ഇതിന്റെ അഭിപ്രായം സത്യം പറയണോ കള്ളത്തരം പറയണോ എന്ന് ചോദിച്ചു. സോ ആ സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് സത്യം മാത്രം പറഞ്ഞാൽ മതി, ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ക്ലാസ് ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വിത്തിൻ 3 months നിങ്ങൾ ഈ അക്കാഡമി ഊട്ടിക്കെട്ടേണ്ടി വരും എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, അവരാകെ ടെൻസ്ഡായി. ഓൾറെഡി ഒരു 10,000-40,000 രൂപ ക്ലാസ്സിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻസ്ഡായി, അവർ ഭയങ്കര ടെൻസ്ഡാണ്. സോ ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞതാന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ ഒരു ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നതും ആ ക്ലാസ് ശരിക്കും അവർക്ക് ഇഷ്ടപ്പെടുകയും അതിനുശേഷം ഓരോ ടീച്ചേഴ്സിനും നമ്മൾ അതിലേക്ക് മോണിറ്റർ ചെയ്ത് ടീച്ചേഴ്സിനെ അങ്ങോട്ട് അതിലേക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുകയും നമ്മളെ ക്ലാസ്സിൻ്റെ ഒരു കംപ്ലീറ്റ് മോഡലെ മാറ്റിയെടുക്കുകയും അതിനുശേഷം ഇത്രയും സമയമായിട്ട് ഈ സമയം വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ അക്കാഡമിയുടെ ഏറ്റവും വലിയ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ അപ്ഡേഷൻ തന്നെയാണ്. കാരണം കുട്ടികളുടെ അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കി, കുട്ടികളുടെ സാധ്യതകൾ മനസ്സിലാക്കി, കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ക്ലാസ് എത്തിക്കുന്നതിലേക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ ഉണ്ടായിരുന്നത് എല്ലാ കാലത്തും. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കാലത്തും. സോ അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടികൾ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കൺഫർമേഷൻ ലെറ്റർ കുട്ടികളുടെ അഡ്മിഷൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫർമേഷൻ ലെറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം കുട്ടികൾക്ക് ആ കൺഫർമേഷൻ ലെറ്ററിൽ തന്നെ കുട്ടികൾ ഓരോ മാസം എന്ത് പഠിക്കണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം, അതിൽ ഏത് പോർഷൻ പഠിക്കണം എന്നുള്ള വ്യക്തമായ ധാരണ നമ്മൾ കൊണ്ടുവന്നു. അതിനുശേഷം കുട്ടികൾക്ക് ഓരോ മാസവും നടക്കുന്ന ഇവന്റ്സ്, എക്സാം ആണെങ്കിൽ എക്സാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സമയമാണെങ്കിൽ അത്, അങ്ങനെ തുടങ്ങി ഓരോന്നും നമ്മൾ ഡിവൈഡ് ചെയ്ത് കുട്ടിയെ മനസ്സിലാക്കി നമ്മളത് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ ഒരു അക്കാഡമിക് കലണ്ടർ എന്ന് പറഞ്ഞൊരു സാധ്യത കൊണ്ടുവന്നു. ആ കലണ്ടറിൽ നമ്മളെ കുട്ടിയെ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയറിലേക്കുള്ള മൊത്തം കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കലണ്ടർ കൂടി നമ്മൾ കൊണ്ടുവന്നു. സോ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്ന് കുട്ടികളെ ക്രോഡീകരിച്ച് കുട്ടികളെ അത്രത്തോളം കുട്ടികളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു അക്കാഡമി വേറെ ഉണ്ടാവും എന്നുള്ളത് സംശയത്തിലുള്ളൊരു കാര്യമാണ്. കാരണം അത് ഞാനിവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട്, അല്ല എൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനം ആയതുകൊണ്ടോ ഞാൻ എടുത്ത് പറയുന്ന സംഗതിയല്ല. ഇത് ഞാനായിട്ട് ഒരു വികസിപ്പിച്ചെടുത്തതിൻ്റെ അഹങ്കാരമല്ല, എങ്ങനെയോ ദൈവം സഹായിച്ചിട്ട് കിട്ടിയ ഒരു ഐഡിയാസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു വ്യക്തമായ പ്ലാൻ നമുക്കുണ്ട്. ആ പ്ലാനാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാനിലൂടെയാണ് നമ്മൾ ഇത്രയും സക്സസ് ആവാനുള്ള കാരണം. 4 വർഷം കൊണ്ട് 30,000 സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, 30,000 പ്ലസ് 40,000-നോടൊത്തുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല 10 ബ്രാഞ്ച് എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല, 100ഓളം സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ, അക്കാഡമിക് സൈഡിൽ ചുക്കാൻ പിടിക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കുള്ളൊരു സന്തോഷമാണ്. മാത്രമല്ല എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരുപാട് പേർക്കും എനിക്കും അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സാധനമാണ്. ഞങ്ങളുടെ ഓരോ വിജയവും, ഓരോ വർഷവും ഞങ്ങൾക്ക് കൂടുന്ന കുട്ടികൾ ഞങ്ങളുടെ വിജയത്തിൻ്റെ തെളിവാണ്. സോ ഭയങ്കര സന്തോഷമാണ്. പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ കണക്ട് ചെയ്തിട്ട് പറയുകയാണ്, നമ്മൾ കൊടുത്ത സർവീസിനെ പറ്റി പറയുമ്പോൾ, നമ്മൾ പഠിപ്പിച്ച മെത്തേഡിനെ പറ്റി പറയുമ്പോഴും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. അത് കിടുവാണ്. അത് അനുഭവിച്ചറിയുന്നവർക്കേ മനസ്സിലാവുള്ളൂ. സോ ഒരു അക്കാഡമിക് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക്, ഒരു അക്കാഡമിക് ഹെഡ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. സോ താങ്ക് യു സോ മച്ച്.